പ്രിയമുള്ളവരെ, ചില മുസ്ലിം വേഷം ധരിച്ച് നടക്കുന്ന അല്ലെങ്കിൽ പണ്ഡിത വേഷം ധരിച്ച് നടക്കുന്ന ചില പണ്ഡിതരോടാണ്. എല്ലാ പണ്ഡിതരോടും എന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങളും പ്രവൃത്തികളുമൊക്കെ സമൂഹത്തിന് മാതൃകയായിട്ടുണ്ട്, സമൂഹത്തിന് ഗുണം ചെയ്തിട്ടുണ്ട്, സമുദായത്തിന് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ചില ആളുകളുടെ പ്രവൃത്തി ഈ സമുദായത്തെ വളരെയേറെ പിന്നോട്ട് കൊണ്ടുപോകുന്ന നിലയിലുള്ളതാണ്. പണ്ട് ഉത്തരേന്ത്യയിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, പണ്ടൊക്കെ ഉത്തരേന്ത്യയിൽ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ചില മുസ്ലിയാക്കന്മാർ വേഷം ധരിച്ചുകൊണ്ട് രംഗത്ത് വരും. അവർ ഫത്വ അങ്ങ് പുറപ്പെടുവിക്കും. എന്താണ്, ഇപ്രാവശ്യത്തെ വോട്ട് ഇന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ ഇന്ന ആളിന്. ലക്ഷക്കണക്കിന് രൂപ ഈ സ്ഥാനാർത്ഥികളുടെ കയ്യിൽ നിന്നും ആ പാർട്ടിയുടെ കയ്യിൽ നിന്നും എവരും ഈടാക്കും. എന്നിട്ട് വിദ്യാഭ്യാസമില്ലാത്ത, മതവിദ്യാഭ്യാസവും തീരെയില്ലാത്ത അവിടുത്തെ മുസ്ലിം ജനങ്ങളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഫലമാണ് ഇന്ന് ഉത്തരേന്ത്യയിലെ മുസ്ലിം ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നാഥനില്ലാതായി. ഈ പറഞ്ഞ മുസ്ലിയാക്കന്മാർ പറഞ്ഞതും കേട്ടുകൊണ്ട് പോയി തോന്നിയിടത്തൊക്കെ കൊണ്ടുപോയി വോട്ട് ചെയ്തു. ആ വോട്ടിൻ്റെ ഫലം എന്തായി? അവരെ ഇന്ന് അടിച്ചമർത്തപ്പെട്ടവരായി. ഈ അടുത്ത സമയത്ത് ജമ്മു കാശ്മീരിൽ ഒരു സംഭവം ഉണ്ടായി. നിങ്ങളെല്ലാം പത്രത്തിൽ വായിച്ചിട്ടുണ്ടായിരിക്കും. എന്താണ്? കാശ്മീരിൽ മെഡിക്കൽ കോളേജിൽ പ്രവേശന പരീക്ഷ നടത്തി. പ്രവേശന പരീക്ഷയിൽ മുസ്ലിം കുട്ടികൾ കൂടുതൽ മാർക്ക് നേടി, കൂടുതൽ അഡ്മിഷൻ നേടി. കാരണം കൂടുതൽ മാർക്ക് കിട്ടുന്നവർക്കാണല്ലോ മെഡിക്കലിന് അഡ്മിഷൻ കൊടുക്കേണ്ടത്. അങ്ങനെ കോളേജ് അധികാരികൾ അഡ്മിഷൻ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് കുട്ടികൾ കൂടുതലും 45ഓളം കുട്ടികൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെന്ന് ആൾക്ക് തോന്നിയത്. ഉടനെ സംഖ്യകളെല്ലാം കൂടെ ഒന്നിച്ചുകൂടി പറ്റില്ല, ക്യാൻസൽ ചെയ്യണമെന്നായി. ക്യാൻസൽ ചെയ്യാൻ ഗവർണർ തീരുമാനിക്കുകയും ചെയ്തു. മുജാഹിദിനെയും നോക്കിയില്ല, സുന്നിയെ നോക്കിയില്ല, ജമാഅത്തെ ഇസ്ലാമിയെ നോക്കിയില്ല, ഒന്നിനെയും നോക്കിയില്ല. കംപ്ലീറ്റ് മുസ്ലിങ്ങളെയും കുട്ടികളെയും പ്രവേശനം റദ്ദ് ചെയ്യുന്ന നിലയിലേക്കായി അവിടുത്തെ കാര്യം. ഇവിടെ ഇപ്പോൾ ചില മുസ്ലിയാക്കന്മാർ തിരഞ്ഞെടുപ്പ് വരുമ്പം തുടങ്ങിയിട്ടുണ്ട്. അവർ ജമാഅത്തെ ഇസ്ലാമിയെ അനുകൂലിക്കുന്നവരാണ്, മറ്റവർ സുന്നിയെ അനുകൂലിക്കുന്നവരാണ്, വേറെ വിഭാഗം പറയാം അവർ മുജാഹിദിനെ അനുകൂലിക്കുന്നവരാണ്. പണ്ട് അങ്ങോട്ട് വോട്ട് ചെയ്യരുത്, ഇങ്ങോട്ട് വോട്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ദീനീ കാര്യങ്ങൾ നോക്കി വീട്ടിലിരുന്നൂടെ? എന്തെല്ലാം കാര്യങ്ങൾ ഈ സമുദായത്തിന് ചെയ്യാനുണ്ട്, ഈ സമുദായത്തിന് എന്തെല്ലാം നല്ല കാര്യങ്ങൾ വഴികാട്ടാനുണ്ട്. നിങ്ങളിറങ്ങി കേരളത്തിലെ മുസ്ലിങ്ങളെ ഇന്നുള്ള ഈ നേട്ടങ്ങളിൽ നിന്ന് പിന്നോട്ടടിക്കുന്ന പരിപാടിയാണ് ഈ മുസ്ലിയാക്കന്മാരിൽ ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് സമസ്തയെ കൂട്ടുപിടിക്കും, ചിലർ വേറെ ജമാഅത്തിനെ കൂട്ടുപിടിക്കും, വേറെ ചിലർ സലഫികളെ കൂട്ടുപിടിക്കും. ഇങ്ങനെ കൂട്ടുപിടിച്ച് പരസ്പരം ആളുകളെ തമ്മിലടിപ്പിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ എന്തെങ്കിലും ഒരു നക്കാപ്പിച്ച നേട്ടത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളെ വിളിച്ച് സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാശുകൾ കിട്ടാൻ അല്ലെങ്കിൽ സ്ഥാനങ്ങൾ കിട്ടാൻ വേണ്ടി വോട്ട് കച്ചവടം നടത്തുന്ന ഈ മര്യാദഘട്ട പണിയുണ്ടല്ലോ മുസ്ലിയാക്കന്മാർ നിർത്തണം. അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളെ കൊണ്ടെത്തിച്ചതുപോലെ കേരളത്തിലെ മുസ്ലിങ്ങളെ നിങ്ങൾ കൊണ്ടെത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മുനാഫിക്കിൻ്റെ, ഈ മിർ ജാഫറിൻ്റെ പണി എല്ലാ മുസ്ലിയാക്കന്മാരും നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.